നമ്മുടെ കയ്യിലിരിക്കുന്ന മുതൽ കണ്ടതാണ് ഇവൻ കാനൻ്റെ 514XL. ഈ ചുള്ളൊരു പ്രത്യേകതയുണ്ട്. ഇവനെ അധികം പേരും ഈ കാലഘട്ടത്തിൽ ആരും കണ്ടുണ്ടാവില്ല. പക്ഷെ നമ്മളൊരു 90 കിഡ്സൊക്കെ എനിക്ക് തോന്നുന്നു ജുറാസിക് പാർക്ക് സിനിമ ആ ഒരു ഷോട്ടിൽ ഇവനെ കറക്റ്റ് കാണിക്കുന്നുണ്ട്. ഈ ചുള്ളൻ്റെ ജനനം എന്ന് വെച്ച് കഴിഞ്ഞാൽ 1975 അവൻ ജനിച്ചുള്ളത്. ഈ ലെൻസ് എന്ന് വെച്ചാൽ ഒരു 1.4 ഓപ്പണിങ്ങിൽ 45 mm ആണ് ഇതിൻ്റെ ഫോക്കൽ ലെങ്ത് തന്നെ കേട്ടോ. ഇതിൽ ജസ്റ്റ് മാക്രോ എന്ന് അവർ ഡെഫൈൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ പ്രത്യേകത വെച്ചാൽ ഇതാണ് ഇവൻ്റെ ക്ലിക്ക് ബട്ടൺ. ക്ലിക്ക് എന്നുള്ള നമുക്ക് റെക്കോർഡിംഗ് ബട്ടൺ. നമ്മൾ ജസ്റ്റ് വീഡിയോ ചെയ്യണു, ഓപ്പൺ ചെയ്യണു, നമ്മൾ അമർത്തി പിടിച്ച് കഴിഞ്ഞാൽ വീഡിയോ സ്റ്റാർട്ടായി, വിട്ട് കഴിഞ്ഞാൽ വീഡിയോ ലോക്കായി. അതുപോലെ തന്നെ ഓൺ ഓഫ് ഉണ്ടല്ലേ ഇതിൻ്റെ അടിപൊളി സിസ്റ്റമാണ്. ഒരു ഗണ്ണ് ശരിക്കും കാണുമ്പോൾ അല്ലേ ഓൺ ഓഫ് ഇതിൽ വരുന്നുണ്ട്. അതുമാതിരി ഇതിൽ സെൽഫ് ടൈമർ ഉണ്ട് കേട്ടോ ഈ സംഭവത്തിൽ. അതിൽ ലോക്ക് സിസ്റ്റം വന്നിട്ടുണ്ട് എനിക്ക്. അതുപോലെ വേറെ പ്രത്യേകത ഇത് ടെലിവൈഡാണ്. നമുക്ക് ഡിജിറ്റലായിട്ട് സൂം ചെയ്യല്ലേ, വൈഡ് ഉണ്ട് ടെലിക്ക് ഇങ്ങനെ സൂം ചെയ്യാൻ പറ്റും. പിന്നെ ഒരു ഓപ്പണിങ് നമുക്ക് നോക്കിയത് അങ്ങനെയാണ്. അങ്ങനെ പൊളിച്ചു നോക്കാം. ഇതിൽ 2 ബാറ്ററി ആവശ്യമുള്ളൂ ശരിക്കും. 2 ബാറ്ററി ഇടാം. പിന്നെ ഇത് കൊഡാക്കിൻ്റെ കൊഡാക് ക്രോം 40 മൂവി ഫിലിം ടൈപ്പ്. ഇതാണ് ഇതിൻ്റെ കാസറ്റിൻ്റെ ടൈപ്പ് വരുന്നത് കേട്ടോ. അന്നത്തെ കാലത്ത് ഇതായിരിക്കും ഫേമസ് എന്ന് തോന്നുന്നു. നമുക്ക് ഇന്ന കാലത്ത് ഈ ക്യാമറ ഒക്കെ കയ്യിൽ വെച്ച് ഉപയോഗിച്ച് നോക്കില്ലേ, അത് ടെസ്റ്റ് ചെയ്യാൻ നമുക്കിത് വർക്കിംഗ് അല്ല. പക്ഷെ അത് കയ്യിൽ പിടിക്കുമ്പോഴത്തെ ഒരു ഫീല്, കാരണം നമുക്കൊരു പഴയ ജനറേഷനിൽ നിന്ന് മാറിപ്പോകുന്ന ഫീലാണ്. ശരിക്കും ഒരു ഗണ്ണ് പിടിച്ചിരിക്കില്ല നമ്മൾ. ശരിക്കും തോക്കിൻ്റെ ഷേപ്പാണ് ശരിക്കും വെച്ച് അല്ലകമണയിൽ ഇടുന്നുണ്ട്. കാരണം അവരിത് ഉപയോഗിച്ചപ്പോഴത്തെ ഒരു അവരുടെ മാനസികാവസ്ഥയും നമ്മളിപ്പോൾ കണ്ടുപിടിക്കുന്ന ഡിജിറ്റൽ ക്യാമറ ഇപ്പോഴത്തെ നമുക്കൊക്കെ ഭയങ്കര ഈസി ആയില്ലേ. ഇപ്പോൾ വേർലെസ് എന്നപ്പോൾ എന്താ പറയുക, മൊബൈൽ പോലെ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതിൽ ജസ്റ്റ് ഒരു വ്യൂ ഫൈൻഡർ ഉണ്ട് ഇവിടെ സെക്കൻഡാ. ഇതിൽ കൂടെ നോക്കിയിട്ട് വേണം നമുക്കിങ്ങനെ എടുത്ത് വരാമെങ്കിൽ. പക്ഷേ ഇതൊന്നും കാണാൻ പറ്റുന്നില്ല. പക്ഷേ ഇതിൻ്റെ വ്യൂ ഫൈൻഡർ ഓപ്പണിംഗ് ആണ്, ഇപ്പോൾ വർക്കിംഗ് ആണത്. ചെറിയ രീതിയിൽ കാണാൻ പറ്റും. എന്തായാലും കാനോൺ അന്ന് കാലത്ത് ചെയ്ത് വെച്ചിട്ട് ഒരു ഗംഭീര പ്രോഡക്റ്റായിരിക്കും വൻ ഇപ്പോൾ നമുക്ക് കയ്യിലിരിക്കുന്നത്. അപ്പോൾ താങ്ക് യു. കൂടുതൽ വിവരങ്ങൾ എനിക്കും വലിയ ഐഡിയ ഇല്ല. ഞാൻ ഗൂഗിൾ നോക്കിയിട്ട് വേണമെങ്കിൽ മെൻഷൻ ചെയ്യാം. ഓക്കെ, ബൈ.